ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബന്യാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചേമ്പിൻ്റെയും ചേനയുടെയും ഇളന്തണ്ട് കൊണ്ടുള്ള കറി കേരളീയ ഗൃഹാതുരതകളിൽ ഒന്നാണ്. ചേമ്പ് വർഗ്ഗത്തിൽപ്പെട്ട എല്ലാ ചെടികളുടെയും ഇലത്തണ്ടിന് പൊതുവായി പറയുന്ന പേരാണ് താൾ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് താളിൻ തണ്ട് കൊണ്ടുള്ള നാടൻ ഓലനാണ്. വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുത്ത താളിൻ്റെ തണ്ട് കൊണ്ടുള്ള ഓലൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ താളിൻ്റെ തണ്ട് മുറിച്ച് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ നന്നായി ചെത്തി കളയണം. തോടിൻ്റെ വക്കിലും പറമ്പിലെ ഒഴിഞ്ഞ ഭാഗങ്ങളിലും തഴച്ചു വളരുന്ന ഒന്നാണ് ചേമ്പ്. കർക്കിടക മാസത്തിൽ മലയാളി വീടുകളിലെ പതിവ് കറികളിൽ ഒന്നായിരുന്നു താൾ കറി. എന്നാൽ കൃഷി ചെയ്തെടുക്കുന്ന താളിൻ്റെ തണ്ട് ഏത് സീസണിലും ഭക്ഷ്യയോഗ്യമാണ്. മറ്റ് കറികളൊന്നും തരമാകാത്തപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് താളിൻ തണ്ട് കൊണ്ടുള്ള ഓലൻ. ഇതിൻ്റെ തൊലിയൊക്കെ നല്ലതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുറിച്ചെടുക്കാം. ഈയൊരു നീളത്തിൽ വേണം മുറിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ബാക്കിയുള്ളതും മുറിച്ചെടുക്കാം. എല്ലാം ഇതുപോലെ ഈയൊരു നീളത്തിൽ മുറിച്ച് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. 4-5 വെളുത്തുള്ളി ചതച്ചത്, 1 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില, കൂടെ ആവശ്യത്തിനുള്ള ചിരകിയ തേങ്ങയും. ഇനി ഒരു ചീനച്ചട്ടി ചൂടാവുമ്പോൾ ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചതച്ച് വെച്ച വെളുത്തുള്ളി, വറ്റൽമുളക് പൊട്ടിച്ചത്, കറിവേപ്പില. ഇവയെല്ലാം നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച താളിൻ്റെ തണ്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് വേവാൻ ആവശ്യമായ അല്പം വെള്ളമാണ്. അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നടച്ച് 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നു കൊടുക്കാം. താളിൻ്റെ തണ്ടൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള താളിൻ തണ്ട് ഓലൻ റെഡി ആയിട്ടുണ്ട്. താളിൻ്റെ തണ്ട് വേവിക്കാൻ അധിക സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് താളിൻ തണ്ട്. നാളികേരം പത്തരച്ചാലും താളല്ലേ കറി എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എല്ലാവരും നിസ്സാരനായി കാണുന്ന ഒരു പച്ചക്കറിയാണ് താള്. എന്നാൽ താളിൻ തണ്ട് കൊണ്ട് ഇതുപോലൊരു ഓലൻ ഉണ്ടാക്കി നോക്കിയേ. പഴഞ്ചൊല്ലിനെ പോലും തിരുത്തുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. ഇന്നത്തെ കാലത്ത് വിഷാംശം അടിച്ചു വരുന്ന പച്ചക്കറികളെക്കാളും എന്തുകൊണ്ടും നല്ലത് നമ്മുടെ വീട്ടുപറമ്പിൽ തന്നെയുള്ള ഇതുപോലുള്ള നല്ല ആരോഗ്യ ഗുണമുള്ള പച്ചക്കറികൾ തന്നെയാണ്. ഇന്നത്തെ സ്പെഷ്യൽ താളിൻ തണ്ട് ഓലൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു സ്പെഷ്യൽ വെറൈറ്റി റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ലോഗ്.